പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഓഗസ്റ്റ് മാസം 2-ാം തീയതി ഹല്ലേലൂയ ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. അതിനായിട്ട് കർത്താവിനൊന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഇന്നലത്തെ മീറ്റിങ്ങിനെ കർത്താവ് സഭായോഗത്തെ അനുഗ്രഹമാക്കി തീർത്തതിന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. പോയ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തി. രാത്രിയിൽ നല്ല ഉറക്കം തന്നു, സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. അതിനായിട്ട് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയല്ലോ. കർത്താവിന് സ്തോത്രം. നമ്മൾ കടന്നു, കർത്താവ് നമ്മളെ ഉറക്കി, കർത്താവ് നമ്മളെ ഉണർത്തിയത്. കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ആമേൻ. ആരോഗ്യത്തോടെ നമ്മളെ സൂക്ഷിക്കുന്ന കർത്താവിന് നന്ദി പറയാം. കൈപിടിച്ച് നമ്മളെ ഈ പകൽക്കാലം നടത്തുന്ന കർത്താവിന് നന്ദി പറയാം. കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് മുൻപടയായി നിൽക്കും, ഞാൻ നിനക്ക് പിൻപടയായി നിൽക്കും. അതുപോലെ മുന്നിലും പിന്നിലും സ്വർഗീയ സൈന്യത്തെ നിർത്തി നമ്മളെ കാവൽ ചെയ്യുന്ന സ്വർഗീയ പിതാവിന് നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനെ അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ആ കർത്താവിന് സ്തോത്രം പറഞ്ഞേ, സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞേ, ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞേ, കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, ആമേൻ. സങ്കീർത്തനങ്ങൾ അതിൻ്റെ 34-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞേ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, കർത്താവിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക. 5-ാം വാക്യം പറയുന്നത്, കർത്താവിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഓഗസ്റ്റ് മാസം 2-ാം തീയതി നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ പുകഴ്ത്തുന്ന കർത്താവേ. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങ് വാക്ക് മാറാത്തവനാകുന്നു, അങ്ങ് മതിയായവനാകുന്നു. അങ്ങേ പോലെ മറ്റാരുമില്ല കർത്താവേ. അങ്ങിൽ ആശ്രയിക്കുന്നവർക്ക് അങ്ങ് ശരണമാകിയാൽ സ്തോത്രം. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അങ്ങ് ഉത്തരമറുന്ന അപ്പനാകിയാൽ സ്തോത്രം. അപ്പ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നവരെ അങ്ങ് പ്രകാശിപ്പിക്കുന്നതിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ അപ്പ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു, ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രയാഗത്തെ അർപ്പിക്കുന്നു. കർത്താവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്ന കർത്താവെ. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും വ്യക്തിപരമായി അങ്ങയുടെ കൈകളിൽ തന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിന്മേൽ കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ വിട്ടുമാറട്ടെ, രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് ത്രോട്ടിനകത്ത് ഇൻഫെക്ഷൻ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ, തൊണ്ടയ്ക്ക് ചില മുഴകളുണ്ടായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ, പൂർണ്ണ സ്വസ്ഥത യേശുവിൻ നാമത്തിൽ തന്നെ മക്കളുടെ മേൽ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നതിനായി സ്തോത്രം. അതുപോലെ ചെസ്റ്റ് പെയിനാൽ ഭാരപ്പെടുന്നവർ, ഹൃദയ സംബന്ധമായ രോഗത്താൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവർ, ചികിത്സയിലായിരിക്കുന്നവർ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ, ആരോഗ്യവും സ്വസ്ഥതയും യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ലൈഫിലേക്ക് ഇറങ്ങി വരട്ടെ. കർത്താവ് അത്ഭുതം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ സാമ്പത്തികമായ ആവശ്യങ്ങളിൽ ബുദ്ധിമുട്ടുന്നവരെ ഓർക്കുന്നു, ജോലിയില്ലാത്തവരെ ഓർക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം, കർത്താവിൻ്റെ പ്രവൃത്തി കാണാൻ സഹായിക്കണം. അതുപോലെ സാമ്പത്തികമായ ആവശ്യങ്ങൾ, വലിയ ഡെലിവറൻസുകൾ വേഗത്തിൽ സംഭവിക്കുന്നതിനായി സ്തോത്രം. എഡ്യൂക്കേഷനോടുള്ള ബന്ധത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. പ്രത്യേകിച്ച്
കർത്താവെ, വിദേശങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം. അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ജ്ഞാനവും കൃപയും കൊടുത്ത് അനുഗ്രഹിക്കണം. അവർക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയറുകളെ അഡ്ജസ്റ്റ് ചെയ്യുവാൻ കർത്താവ് അവർക്ക് കൃപ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ബിസിനസ്സിൽ കർത്താവ് വളർച്ച കൊടുക്കണം, വർധനവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ കൃപ അവരോടുകൂടെ ഇരിക്കണം. പ്രത്യേകിച്ച് ലോകവ്യാപകമായ ഒരു ഗ്ലോബൽ റിവൈവലിന് വേണ്ടി കർത്താവ് ജനത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ആമേൻ, നാളെ ലോകത്തെമ്പാടും നടക്കുന്ന സഭായോഗത്തെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ്, വലിയൊരു റിവൈവൽ ലോകവ്യാപകമായി സംഭവിക്കട്ടെ. ആത്മാവിൻ്റെ പകർച്ച ലോകവ്യാപകമായി സംഭവിക്കട്ടെ. ആത്മശക്തി ആ ജനത്തെ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇനി നമ്മുടെ അടുത്ത മീറ്റിങ്ങിൽ തിങ്കളാഴ്ചയും ബുധനാഴ്ചയുമാണ്. ഇന്ത്യൻ സമയം രാത്രി 9:30 നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങുകൾ നടക്കുന്നത്. പ്രാർത്ഥിക്കുക അതിനുവേണ്ടി. ആമേൻ. തക്ക സമയത്ത് അതിൽ പങ്കാളികളാകുക. കർത്താവ് നിങ്ങളെ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതിലൂടെ ചെയ്യും. കഴിഞ്ഞ കാലങ്ങളിൽ അനേകരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു. അനേകരെ സൗഖ്യമാക്കി, അനേകരെ ആമേൻ ക്രിസ്തുവിൽ ബലപ്പെടുത്തിയെടുക്കുവാനൊക്കെ ആ മീറ്റിങ്ങിലെ കർത്താവ് സഹായിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇനിയും ഈ എൻഡ് ടൈമിലേക്ക് നമ്മൾ കയറുക. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ മുന്നേറ്റത്തിന്, ദൈവസഭയ്ക്ക് വലിയ മുന്നേറ്റമുണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഇന്നലെ വായിച്ച അതേ ഭാഗം നമ്മൾ വീണ്ടും വായിക്കാൻ പോവുക. യെശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായം 19-ാമത്തെ വാക്യം പറയുന്നത്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതേ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. അത് കർത്താവ് പറയുക, ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ ഡിക്ലെയർ ചെയ്തു, ഇത് ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ മന്താണ്. 7 മാസങ്ങൾ കഴിഞ്ഞു. ആമേൻ. 8-ാം മാസം എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കത്തിൻ്റെ മാസമാണ്. നിങ്ങൾ എത്ര പേര് അത് വിശ്വാസത്തോടെ സ്വീകരിച്ചു? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് കർത്താവ് നമ്മളോട് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ അത് സ്വീകരിക്കാൻ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഈ വാക്യത്തിനകത്തുനിന്ന് 3 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒന്ന്, കർത്താവ് നമുക്ക് വേണ്ടി പുതിയ തുടക്കങ്ങളെ തരും, പുതിയത് ചെയ്യും. കർത്താവ് എപ്പോഴും തൻ്റെ ജനത്തിന് വേണ്ടി പുതിയത് തരുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അപ്പോൾ അത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം, കർത്താവ് എനിക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യും. എവറി ഡേ മോർണിംഗ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞു, കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. പുതിയ വഴികളെ എനിക്ക് വേണ്ടി തുറന്നു തരും. ആമേൻ. പുതിയ കണക്ഷനുകളെ കർത്താവ് എനിക്ക് തരും. ആമേൻ. പുതിയ ആമേൻ ആലോചനകൾ, പുതിയ റെവലേഷനുകളെ കർത്താവ് എനിക്ക് തരും. ആത്മാവിൻ്റെ പകർച്ച കൊണ്ട് എന്നെ നിറയ്ക്കും. ഇതൊക്കെ നമ്മുടെ ഡിക്ലറേഷൻ ആയിരിക്കണം. 2, കർത്താവ് അവിടെ ചെയ്യുമെന്ന് പറഞ്ഞത്, ആമേൻ, അതിപ്പോൾ ഉത്ഭവിക്കും. എപ്പോഴാണ് ഉത്ഭവിക്കുന്നത്? എപ്പം നമ്മൾ ദൈവവചനം വിശ്വസിക്കുന്നോ അന്നേരം നമ്മുടെ ജീവിതത്തിൽ അത് ആരംഭിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വിശ്വസിക്കുക, കർത്താവ് യെശയ്യാ 43:19 ഓഗസ്റ്റ് മാസം എൻ്റെ ലൈഫിൽ സംഭവിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ അന്നേരം തന്നെയാണ് അത് സ്റ്റാർട്ടഡായി. നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആമേൻ. ഹിന്ദിയിൽ ഇങ്ങനെ പറയുന്നത്, ദേഖോ ഇതാ എന്നുള്ളിടത്ത് ഹിന്ദി പറഞ്ഞത് ദേഖോ എന്നാണ് പറഞ്ഞത്. ദേഖോ ഞാൻ പുതിയതൊന്ന് ചെയ്യും. ദേഖോ എന്ന് പറഞ്ഞിട്ട്, ദേഖോ എന്ന് പറഞ്ഞാൽ നോക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, നമ്മളത് കാണണം, നോക്കണം. കർത്താവ് ആത്മാവിൽ നമ്മളോട് പറയുക, കർത്താവ് നമുക്ക് വേണ്ടി പുതിയത് ചെയ്യുന്നത് നമ്മൾ എന്നാ ചെയ്യണം? വിശ്വാസ കണ്ണുകൊണ്ട് കാണണം. കർത്താവ് നമുക്ക് വേണ്ടി പുതിയത് ചെയ്യുന്നത് നമ്മുടെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണണം. നമുക്ക് ആത്മാവിൽ നമുക്ക് കാണാൻ കഴിയാത്തത് ഒരിക്കലും ഫിസിക്കലി മാനിഫെസ്റ്റഡ് ആകത്തില്ല. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണണം. ഓഗസ്റ്റ് മാസത്തിൽ കർത്താവ് നമുക്കായി പുതിയത് ചെയ്യുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണണം. സ്തോത്രം. അത് എപ്പോൾ ഉത്ഭവിക്കും? നമ്മൾ ആത്മാവിൽ ഹൃദയത്തിൽ അത് വിശ്വസിച്ചോ അന്നേരം തന്നെ അത് ഉത്ഭവിക്കും. പിന്നെ ഇനി 2 കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഞാൻ മരുഭൂമിയിൽ ഒരു വഴി തുറക്കും. അതായത് ഒരു ചാൻസും ഇല്ലാത്തടത്ത്, ഒരു സാധ്യതയുമില്ല, ഒരു പെർസെൻറ്റേജ് പോലും സാധ്യതയില്ലാത്തടത്താണ് ദൈവം നമുക്ക് വഴി തുറക്കുന്നത്. സ്തോത്രം. അടുത്ത വാക്യം പറയുന്നു, നിർജ്ജന പ്രദേശത്ത്, അതായത് അവിടെയും പറയാം, ഒരു ചാൻസും ഇല്ലാത്തത് ഞാൻ നദികളും തുറന്നു, നദികളെ ഉണ്ടാക്കും. അപ്പോൾ 3 കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നു. ഒന്ന്, നമുക്ക് വേണ്ടി കർത്താവ് പുതിയതൊന്ന് ചെയ്യും, അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ്സ് ഉണ്ടാകും, പുതിയ തുടക്കങ്ങൾ ഉണ്ടാകും. അത് ആത്മാവിൽ കാണണം. 2, മരുഭൂമിയിൽ കർത്താവ് നമുക്ക് എന്ത് ചെയ്യും?
വഴികളെ തുറക്കും. 3, വഴികളെ എന്ന് വെച്ചാൽ സാധ്യതയില്ലാത്തത് വഴി തുറന്നു തരും. നിർജ്ജന പ്രദേശത്ത് കർത്താവ് എന്ത് ചെയ്യും? ആമേൻ. നിർജ്ജന പ്രദേശത്ത് ദൈവം നമുക്ക് എന്ത് ചെയ്തു തരും? നിർജ്ജന പ്രദേശത്ത് നമുക്ക് നദികളെ, അതായത് സമൃദ്ധിയെ നൽകും. അപ്പം ഇതാണ് കർത്താവ് ഈ മാസം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. നമ്മൾ 3 കാര്യം ചെയ്യണം. നമ്മളിത് വിശ്വസിക്കണം. 2, നമ്മുടെ ആത്മകണ്ണുകൾ കൊണ്ട് നമ്മളിത് കാണണം. 3, നമ്മുടെ വായ് കൊണ്ട് ഇത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. കർത്താവ് 3 കാര്യം ചെയ്യുമ്പോൾ നമ്മൾ 3 കാര്യം നമ്മളും ചെയ്യണം, അത് സ്വീകരിക്കാൻ. 1, നമ്മൾ വിശ്വസിക്കണം. തലയെ തൊട്ടിട്ട് പറ, ഞാനിത് വിശ്വസിക്കണം. 2, എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാനിത് കാണണം. കണ്ണിലോട്ട് തൊട്ടിട്ട് പറ, എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാനിത് കാണണം. 3, നാവിൽ ചുണ്ടിൻ്റെ അവിടോട്ട് കൈവച്ചിട്ട് പറ, എൻ്റെ വായ് കൊണ്ട് ഞാനിത് സംസാരിക്കണം. എപ്പോഴും പറയണം. ഇത് 3 കാര്യം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. കർത്താവ് ഈ ഓഗസ്റ്റ് മാസത്തിൽ എനിക്ക് ചെയ്യും. അപ്പോൾ ചോദിക്കുക, എന്ന് വരെ പറയണം? ഈ മാസം തീരുന്നത് വരെ പറയുക. ഈ മാസം തീരുന്നത് വരെ നിങ്ങൾ പറയുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിർവഹിച്ചു തരിക തന്നെ ചെയ്യും. വിശ്വാസത്താലും ആമേൻ ആണ് നമ്മുടെ വാഗ്ദത്തത്തെ നമ്മൾ അവകാശികളാക്കുന്നത്. വിശ്വാസത്താലും ദീർഘക്ഷമയാലുമാണ് വാഗ്ദത്തത്തെ നമ്മൾ അവകാശികളാക്കുന്നത്. ഈ മാസം നമ്മൾ ആരംഭത്തിൽ കേട്ടു, കർത്താവ് ഒരു പുതിയ തുടക്കം തരും. കർത്താവ് മരുഭൂമിയിൽ വഴി തുറന്നു തരും. നിർജ്ജന പ്രദേശത്ത് കർത്താവ് നദികളെ ഉണ്ടാക്കും. ഇത് കേട്ടിട്ട് അന്നേരം കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് സ്വത്രം പറയുന്ന അല്ല അതിൻ്റെ മിടുക്കെന്ന് പറയുന്നത്. അത് പ്രാപിച്ചെടുക്കുന്നതാണ്. അവരാണ് ജയാളികൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 3 കാര്യങ്ങൾ. 1, വിശ്വസിക്കണം. തലയെ കൈവച്ചിട്ട് പറ, വിശ്വസിക്കണം. 2, കണ്ണെ തൊട്ടിട്ട് പറ, കാണണം. 3, ചുണ്ടെ തൊട്ടിട്ട് പറ, ഇത് തന്നെ സംസാരിക്കണം. ഈ മാസം ഓഗസ്റ്റ് മാസം 31-ാം തീയതി വരെയും എന്ത് പറയണം? ഇത് തന്നെ പറയണം. രാവിലെ എഴുന്നേൽക്കുമ്പം പറയണം, ഉച്ചയ്ക്ക് പറയണം, വൈകിട്ട് പറയണം, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ അത്ഭുതം എങ്കിൽ പോരും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇത് നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമായി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അയച്ചു കൊടുക്കുക. അവരും കേൾക്കട്ടെ, അവരും വാഗ്ദത്തത്തെ പ്രാപിക്കുന്നവരായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.